ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ യൂറോപ്പിലെ പ്രസിദ്ധമായ റൈൻ വെള്ളച്ചാട്ടത്തിൻ്റെ വിവിധ ആംഗിളിൽ നിന്നുള്ള ആ ദൃശ്യങ്ങളാണ്. സ്വിറ്റ്സർലൻഡിലെ ഷാഫ്ഹൗസൻ കനോണിലെ ഒരു പട്ടണവും മുനിസിപ്പാലിറ്റിയുമാണ് ന്യൂ ഹോസൻ ആം റൈൻഫാൾ. യൂറോപ്പിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ റൈൻ വെള്ളച്ചാട്ടത്തിന് സമീപമാണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ആ കണ്ട പച്ച ലൈൻ എന്ന് പറയുന്നാൽ നമ്മളവിടെ ഷാഫ്ഹൗസൻ എന്നുള്ള റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങിയത്. നമുക്കിവിടെ എക്സ്പ്രസ് ട്രെയിൻ ന്യൂ ഹോസൻ എന്ന് പറഞ്ഞ ന്യൂ ഹോസൻ റെയിൻഫാൾ എന്നുള്ള സ്റ്റേഷനിൽ നമുക്ക് സ്റ്റോപ്പില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എക്സ്പ്രസ് ട്രെയിനാണ് വന്നത്. നമ്മൾ ഷാഫ്ഹൗസൻ എന്നുള്ള സ്റ്റേഷനിൽ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് അടുത്തത് ന്യൂ ഹോസനാണ്. അതിൻ്റെ അടുത്ത് ഈ റൈൻഫാൾ സ്റ്റേഷനാണ്. നമ്മൾ രണ്ട് സ്റ്റേഷൻ പുറകോട്ട് ലോക്കൽ ട്രെയിനിൽ വന്നിട്ട് ഇപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി താഴോട്ട് ഒരു ചെറിയ കുത്തിറക്കമാണ്. അവിടുത്തെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായിട്ടിരിക്കുന്നു. നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ച വളരെ ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് അടുത്ത് വരുന്തോറും. റൈൻ നദിയിൽ നിന്ന് മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ആർത്തലച്ച് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആ കല്ലിൻ്റെ മുകളിൽ നടുക്ക് മറ്റ് വെള്ളച്ചാട്ടങ്ങളിൽ നിന്ന് ഭിന്നമായി നടുക്ക് ഇങ്ങനെ രണ്ട് പാറകൾ മാത്രം മുകളിലോട്ട് പൊങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതിന് ഒരെണ്ണത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ നമുക്ക് കയറാം. താഴെ നിന്ന് ബോട്ടിങ് ചെയ്യുന്നവർക്കാണ് അതുള്ളത്. ആ ഒരു പർട്ടിക്കുലർ 4 ടൈപ്പ് നാല് രീതിയിലുള്ള ബോട്ടിങ് അവിടെ ഉണ്ട്. അതിനകത്ത് നമ്മൾ ഓരോന്നിനും പൈസയും വ്യത്യസ്തമാണ്. നമ്മളവിടെ ഏത് സെലക്ട് ചെയ്ത് കയറുന്നോ ഒരെണ്ണത്തിന് മാത്രമേ ഉള്ളൂ. നമുക്കവിടെ ഏറ്റവും കൂടിയ റേറ്റ് ഉള്ളതിന് മാത്രമേ അവിടെ നമുക്ക് പ്രവേശനം പറ്റുള്ളൂ. ഇവിടെ നിന്ന് പിന്നെ താഴോട്ടൂടെ വീഴുന്നുണ്ട്. ഇവിടെ ബെഞ്ചുകളുണ്ട് ഇരുന്ന് നമുക്ക് വ്യൂ കാണാൻ വേണ്ടി. പക്ഷേ ഇന്ന് രാവിലെ മഴയൊക്കെ കഴിഞ്ഞ് എല്ലാം നനഞ്ഞിരിക്കുവാണ് ബെഞ്ചുകൾ, ബെഞ്ചുകളെല്ലാം. വെള്ളം ഇങ്ങനെ ആർത്തലച്ച് ഒഴുകി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. നമ്മൾ ഇവിടെ നിന്നും കുറച്ചുകൂടി താഴോട്ട് ഇറങ്ങി പിന്നെ ഏറ്റവും താഴെ നിന്നും പല ആംഗിളിൽ നിന്നുള്ള വീഡിയോസാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അപ്പം ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നല്ല ഭാഗങ്ങളൊക്കെ മിസ്സായി പോകും. മെയിനായിട്ട് 3 സ്ഥലത്താണ്. ഒന്ന് അങ്ങ് ലെഫ്റ്റ് സൈഡിൽ, രണ്ട് കാലിൻ്റെ ഇടവഴി, പിന്നെ ഇങ്ങേ സൈഡിൽ. അതുകൂടാതെ നമ്മൾ നിൽക്കുന്നതിൻ്റെ സൈഡ് വഴി ചെറിയ അതെനിക്കൊന്നൊരു അവരുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഒരു ചെറിയ തോട് പോലെ. അവിടെ അവർ ഈ നമ്മൾ ഈ സാധാരണ നമ്മുടെ ഇവിടെയൊക്കെയുള്ള തോടുകളിൽ കൃഷിക്ക് വേണ്ടിയിട്ട് വെള്ളം സംഭരിക്കാൻ വേണ്ടി ചീപ്പ് ഇടുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതിന് നമ്മളിങ്ങനെ പലക ഇടുന്ന പോലെ പലകയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ വാട്ടർ ലെവൽ പൊക്കി സൈഡിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ ചെയ്തിരിക്കുന്നത്. രാവിലെ ഈ തണുപ്പത്ത് കാറ്റുമുണ്ട്. അപ്പം നമ്മൾ ഈ വീഡിയോ എടുക്കണമെങ്കിൽ നമ്മൾ റൈറ്റ് ഹാൻഡിൽ നമ്മൾക്ക് കയ്യുറ ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ കയ്യുറ ഇടാതെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പം നല്ല തണുപ്പാണ്. വെള്ളം ഇങ്ങനെ ആർത്തലച്ചൊഴുകി താഴോട്ട് പോവുകയാണ്. താഴോട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഇവിടുന്ന് കണ്ടവരൊക്കെ താഴോട്ട് പോയി ആ ഭാഗത്തെ വ്യൂ കാണുന്നുണ്ട്. നമ്മളും ഇത് കണ്ടിട്ട് താഴോട്ടാണ് പോണേ.
നമ്മുടെ നമ്മുടെ ടീമാണിത്. PM മാത്യു കുന്നേല്, നീല സാബു റൈറ്റ് സൈഡ് നിൽക്കുന്ന ആള്. സാബു ദുബായിൽ നിന്ന് വന്നു. മാത്യു കുന്നേല് കുറുപ്പന്തറ എൻ്റെ അങ്കിളാണ്, അവിടെ നിന്ന് വന്നു. കസിൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡാണ് സാബു. ഞങ്ങളിവിടെ സ്വിറ്റ്സർലൻഡിൽ താമസിക്കുന്നത്. ഭയങ്കരമായിട്ട് മഴക്കാറ് മൂടി കിട്ടിയൊരു ദിവസമാണ്, അതുകൊണ്ട് ക്ലിയറായിട്ട് തെളിഞ്ഞിട്ടില്ല. തോട്ടത്തിൻ്റെ ഭംഗി. ഇവിടെല്ലാം മഴ പെയ്തിട്ടുണ്ട്. ആ ടേബിളിന് മുകളിലെല്ലാം വെള്ളമാണ്. ഇവിടെ യൂറോപ്യൻസിന് എപ്പോഴും ഈ വെയിൽ കൊണ്ടുകൊണ്ട് നല്ല വെയിലേറ്റ് ഇങ്ങനെ ഫുഡ് കഴിക്കുന്നതാണ് അവരുടെ താല്പര്യം. ഫാസ്റ്റ് ഫുഡൊക്കെ ഉണ്ട്, അതിനാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. പക്ഷെ നല്ല വെയിൽ വേണം, എന്നാലേ അവർക്കത് ഈ തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ആണ് അവർ അത് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഇതുപോലുള്ള നല്ല തണുപ്പത്തും മഴയുണ്ട്. മഴക്കാർ അന്തരീക്ഷം മേഘാവൃതമാണ്. രാവിലെ പെയ്തിട്ടുണ്ട് മഴ, ഇപ്പോഴും മൂടിക്കെട്ടിയാണ് നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. നമ്മൾ പതി താഴോട്ട് ഇറങ്ങുവാണ്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ള വ്യൂ കൂടെ നമ്മൾ ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് പതിയെ താഴോട്ട് ഇറങ്ങുവാണ്. നദി മുകളിൽ ഇങ്ങനെ ഒഴുകി വെള്ളച്ചാട്ടം താഴോട്ട് ഇറങ്ങുവാണ്. ആ കല്ലിലെല്ലാം അടിച്ച് ഉള്ള ഒച്ചയാണ് നമ്മൾ കേൾക്കുന്നത്. ആണെങ്കിൽ ഇവിടെ വീഴുന്നതിൻ്റെ ആ ഒരു പതയും അതെല്ലാം അതിൻ്റെ അവളെല്ലാം അങ്ങ് അറ്റം വരെ ചെല്ലുന്നുണ്ട്. നദി ഇങ്ങനെ ആർത്തലച്ച് ഒഴുകി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു വെള്ളം കെട്ടി നിർത്തുവാണ്. ഈ ചീപ്പ് പോലെ, ചീപ്പിൻ്റെ പലകയിടുന്ന പോലെ പലകയിട്ട് സൈഡിലേക്ക് കണ്ട് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു എന്ന് തോന്നുന്നു. അതിൻ്റെ താഴെ വരെ ചിലപ്പം കനാൽ പോലെ വല്ലതും ഉണ്ടാവും. സാധാരണ കൃഷി ആവശ്യങ്ങൾക്കൊക്കെയാണ് ഇങ്ങനെ സൈഡിലേക്ക് നമ്മൾ കനാൽ പോലെ വെച്ച് വെള്ളം കൊണ്ടുപോകുന്നത്. ആകാശം നമ്മൾ കണ്ടാൽ അറിയാം, മുഴുവൻ മേഘാവൃതമാണ്. എപ്പോഴും വേണേലും മഴ പെയ്യാം. അതുപോലെ മൂടിക്കിട്ടിയ അന്തരീക്ഷമാണ്. സൺലൈറ്റ് ആണെങ്കിലും വളരെ കുറവാണ്. നമ്മൾ താഴോട്ട് ഇറങ്ങി ഈ സൈഡ് വഴിയും വെള്ളം ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്നുണ്ട്. ഇതുകൂടാതെ അപ്പുറേ ഇത് വളരെ ചെറിയൊരു വെള്ളച്ചാട്ടമാണ് ഈ സൈഡ് വഴി വരുന്നത്. അപ്പുറേ 3 സ്ഥലം വഴിയാണ് നല്ല മെയിനായിട്ടുള്ള ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒഴുക്ക് വരുന്നത്. ഇവിടെയും ചാരുബെഞ്ചുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ താഴോട്ടുള്ള മിക്ക ഏരിയകളിലും എന്ന് വെച്ചാൽ ഏത് ഭാഗത്തുനിന്ന് നോക്കിയാലും നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ കാണാവുന്നതുകൊണ്ട്. അപ്പോൾ ഓരോ ഇടവിട്ടും അവർ ചാരുബെഞ്ചുകൾ വെച്ചിട്ടുണ്ട്. നമുക്ക് റെസ്റ്റ് എടുക്കേണ്ടവർക്ക് ഇരുന്ന് റെസ്റ്റ് എടുക്കാം. നമ്മൾ പതിയെ താഴോട്ട് പോവുകയാണ്. ഇതാണ് അതിൻ്റെ ആ ലെഫ്റ്റ് സൈഡിലേക്ക് വന്ന് വെള്ളം ഒഴുകി വീഴുന്ന ഇതാണ് നമ്മൾ ഈ ഭാഗം കാണുന്നത്. രാത്രിയിൽ ഇവിടെയൊക്കെ ലൈറ്റ് ഇട്ട് തന്നെ മനോഹരമാക്കുമെന്ന് തോന്നുന്നു. നമ്മൾ ആ സൈഡിലെ ആ പള്ളക്കിടയിൽ ലൈറ്റിൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട്.
ചെട്ടിയാണ്. അവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് ബോട്ടിങ്ങിന് പോകേണ്ടത്. പല ടൈപ്പ് ബോട്ടുണ്ട്. ചുമലയുണ്ട്, മഞ്ഞയുണ്ട്, സാധാ ബോട്ടുണ്ട്, നീലയുണ്ട്. മെയിനായിട്ട് 2-3 സൈഡ് വഴിയാണ് ചാടുന്നത് വെള്ളം. ഇതിപ്പോൾ അവരോട് ഒരു ഇത് വെച്ചിട്ടുണ്ട്, തടവ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നടുക്കൊരു പാറ ഉണ്ട്. അതിന് മുകളിലൊക്കെ അവിടെ പോയി ആൾക്കാർ കയറി നിന്ന് എടുക്കുന്നുണ്ട്, ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നല്ല ഒഴുക്കാണ് കാണുന്നത്. അപ്പുറം ഒരു ഒഴുക്കുണ്ട്. ഇന്ന് മഴ വരുന്നുണ്ട്, മഴക്കാറുണ്ട്. മോൾ വഴി ട്രെയിൻ പോകുന്നുണ്ട്. ഇവിടെയും ചാര് ബെഞ്ചുകളുണ്ട്. ഇവിടെയും ഈ ചാര് ബെഞ്ചിലിരുന്നൊക്കെ വെള്ളച്ചാട്ടം നമുക്ക് ആസ്വദിക്കാം. സൈഡിലധികം താഴ്ചയില്ല. സൈഡിലൊരു കുത്ത പോലെ കാണുന്നുണ്ട്, പക്ഷെ അപ്പുറം അഗാധമായിട്ടുള്ള താഴ്ചയാണ്. പോയാൽ രക്ഷയില്ല. കാറ്റടിക്കുന്നുണ്ട്. മരങ്ങളും പൂക്കളും. കൈയൊക്കെ മരയ്ക്കുന്നുണ്ട്. കൈമരയ്ക്കാണ്. ഒരു കൈ മാത്രമേ കവർ ചെയ്യാതുള്ളൂ. ഉണ്ട്. കൈയൊക്കെ മരയ്ക്കുക. ഒരു മരത്തിൻ്റെ പൂക്കളാണ്. തണുപ്പുണ്ട്. അതവിടെ ഒരു പള്ളിയാണ്. അവിടെ നിന്നുള്ള ഇത് മണിമുഴക്കം കേൾക്കുന്നുണ്ട്. പള്ളിയാണ്. അവിടെയാണ് ബോട്ടിങ്ങിന് ടിക്കറ്റ് കിട്ടുന്നത്. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ആ നടുക്കത്തെ പാറയിൽ അതിൻ്റെ സൈഡിൽ ചെന്നിട്ട് മുകളിലോട്ട് പോകാനുള്ള ഗോണി നടകളുണ്ടാക്കിയിട്ടുണ്ട്. വേറൊരു നല്ല ചെടി, നല്ല വെള്ള ഇത് പൂക്കൾ പൂത്ത് നിൽക്കുന്നു. ഓൾമോസ്റ്റ് പൂക്കൾ കഴിഞ്ഞെന്ന് തോന്നുന്നു. പിന്നെയുള്ള വേറെ ഒരു ചെടിയാണ്. നിറയെ ഒരു സൈസ് ചുവന്ന പൂക്കളാണ്. ഇത്രയും ചെറിയ ചെടിയായിട്ട് പോലും നല്ല ഇങ്ങനെ ചുവന്ന പൂക്കൾ നിറയെ ഉണ്ടായിട്ട് നിൽക്കുന്ന നല്ല കാഴ്ചകളാണ്. അത് നോക്കില്ല നമുക്ക് റെയിൻ ഫോളിങ്ങിന് കാണാൻ പറ്റും.
വെള്ളം അവിടെ നിന്ന് ഇങ്ങനെ ആറത്തിളച്ചൊഴുകി താഴോട്ട് ഇറങ്ങുവാണ്. എല്ലാവരും തണുപ്പ് കാരണം പോക്കറ്റ് കൈയിട്ടുകൊണ്ടാണ് നടക്കുന്നത്. പള്ളിമണികൾ മുഴങ്ങുന്ന കേൾക്കാം. അതിൻ്റെ മുകളിലൊരു പള്ളിയാണ്. ഒരു ഷോപ്പുണ്ട്. രാവിലെ നല്ല പാട്ടുണ്ട്. സ്നാക്ക് ബാർ ഹോട്ടലാണ്. പാർക്ക്. എവിടെ നിന്നാണ് നമ്മൾ ഈ പാട്ടുകൾ കേൾക്കുന്നത്? പള്ളിയുടെ അവിടെ ഒരു ലിഫ്റ്റ് കണ്ടോ? പള്ളിയാണോ? ലിഫ്റ്റുണ്ട്. ബോട്ടിങ്ങിനുള്ളവർ ബോട്ടിൽ ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ മഞ്ഞ ബോട്ടുകളാണ് ആ മലയുടെ മുകളിൽ കയറാനുള്ള കാറ്റഗറിപ്പെട്ട ബോട്ടുകൾ. നമ്മളിനി അടുത്തത് ഇവിടുന്ന് ബോട്ടിൻ്റെ ടിക്കറ്റ് പർച്ചേസ് ചെയ്തിട്ട് ബോട്ടിങ് നടത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന. നമ്മൾ അതിനകത്ത് 4 ടൈപ്പ് ബോട്ടാണുള്ളത്. നമ്മൾ ഒരെണ്ണം എടുത്തിരിക്കുന്നത് നമുക്ക് 2 തവണ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇതുപോലെ അതിന് കുറച്ചുകൂടെ അടുത്തേക്ക് ബോട്ടിൽ നമ്മൾ എത്തിക്കും. അതിൻ്റെ ക്ലോസ് ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നത്. ഈ വീഡിയോ ഇവിടെ ഏതാണ്ട് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.